BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി, നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ. നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP. രാഹുലിനെയും പ്രിയങ്കയെയും സോണിയെയും പരോക്ഷമായി തരൂർ വിമർശിച്ചു. മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിലാണ് കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂരിന്റെ രൂക്ഷ വിമർശനം ഉയർന്നത്. കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന BJP ആരോപണം സാധൂകരിക്കുന്നതാണ് ശശി തരൂരിന്റെ ലേഖനം. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നു. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല. ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും. സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുന്നു. മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടില്ല. ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണം. ആഭ്യന്തരമായ പാർട്ടി തിരഞ്ഞെടുപ്പുകൾ വേണം. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കണം. കുടുംബാധിപത്യം അവസാനിപ്പിക്കുവാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്നും ശശി തരൂർ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. രഞ്ജിത്ത്, മഞ്ജു വാര്യർ ഒന്നിക്കുന്ന ആരോ പ്രിവ്യൂ കാണാനെത്തിയ നിർമ്മാതാവായ മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രവുമായി സംവിധായകൻ രഞ്ജിത്ത്. ആരോ എന്ന് പേരിട്ടിരിക്കുന്ന ഹ്രസ്വചിത്രത്തിൽ മഞ്ജു വാര്യർ, ശ്യാമപ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. ഇതിനോടകം 7ഓളം സിനിമകൾ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനി ആദ്യമായാണ് ഒരു ഹ്രസ്വചിത്രവുമായി പ്രേക്ഷകരുടെ മുൻപിലെത്തുന്നത്. ക്യാപിറ്റോൾ തിയേറ്ററുമായി സഹകരിച്ചാണ് മമ്മൂട്ടി കമ്പനി ഈ ചിത്രം നിർമ്മിച്ചത്. സംവിധായകൻ രഞ്ജിത്ത് ഒരിടവേളയ്ക്ക് ശേഷം ഒരുക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ദേശീയ, അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിലും ഈ ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കും. ഇന്ന് കൊച്ചിയിൽ വച്ച് നടന്ന പ്രിവ്യൂ സ്ക്രീനിംഗിൽ മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. കഥാസംഭാഷണം VR സുധീഷ്, കവിത കൽപ്പറ്റ നാരായണൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, ഛായാഗ്രാഹകൻ പ്രശാന്ത് രവീന്ദ്രൻ, പശ്ചാത്തല സംഗീതം ബിജിപാൽ, കലാസംവിധായകൻ സന്തോഷ് രാമൻ, എഡിറ്റർ രത്തിൻ രാധാകൃഷ്ണൻ, കളറിസ്റ്റ് ലിജു പ്രഭാകർ, പ്രൊഡക്ഷൻ സൌണ്ട് മിക്സർ, സൌണ്ട് ഡിസൈൻ അജയൻ അടാട്ട്, കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനേഷ്, മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി, അസോസിയേറ്റ് ഡയറക്ടർമാർ ഋത്വിക് ലിമ രാമദാസ്, വിവേക് പ്രശാന്ത് പിള്ളൈ, VFX വിശ്വ, VFX സൌണ്ട് മിക്സിംഗ് സപ്ത റെക്കോർഡ്സ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർ സുമിത് വെള്ളനാട്, പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോ ടൂത്ത്സ്, PRO വൈശാഖ് വടക്കേവീട്, ജിനു അനിൽകുമാർ, ഡിജിറ്റൽ PR വിഷ്ണു സുഗതൻ. കോൺഗ്രസിന് വേരോട്ടമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. 51 സീറ്റ് നേടി നഗരഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. KS ശബരിനാഥൻ. നഗരസഭാ സ്ഥാനാർത്ഥിത്വം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന് മുൻ MLA KS ശബരിനാഥൻ. പാർട്ടി നൽകുന്ന അവസരം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. വലിയ സാധ്യതകളുള്ള നഗരമാണ് തിരുവനന്തപുരം. നഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് UDF ലക്ഷ്യം. 51 സീറ്റ് നേടി നഗരഭരണം പിടിക്കുകയാണ് UDF ലക്ഷ്യം. മികച്ച പട്ടികയാണ് UDF പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന് വേരോട്ടമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം നഗരം. UDFന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ജില്ലയുടെ മുന്നേറ്റമാണ് ആഗ്രഹമെന്നും എല്ലാം പാർട്ടി നൽകിയതാണെന്നും ശബരിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ പാർട്ടിക്കാരനാണ്. ഏത് ചുമതലയും ഏറ്റെടുക്കും. ഒന്നാമത് എത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ശിവൻകുട്ടിയും മേയറായിരുന്നുവല്ലോ. ധാരണയെപ്പറ്റി പറയുവാനും ശിവൻകുട്ടിയാണ് നല്ലത്. PM ശ്രീ ഒപ്പിട്ടത് ഞാനോ MV ഗോവിന്ദനോ അല്ലല്ലോ, ശിവൻകുട്ടിയല്ലേ എന്നും ശബരിനാഥൻ ചോദിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുവാൻ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. മുൻ MLA KS ശബരിനാഥൻ അടക്കം 48 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. 30 വർഷമായി കൌൺസിലറായി പ്രവർത്തിക്കുന്ന ജോൺസൺ ജോസഫ് ഉള്ളൂർ, KSU വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടട, മുൻ കൌൺസിലറും അധ്യാപികയുമായ ത്രേസ്യാമ്മ തോമസ് നാലാഞ്ചിറ, DCC സെക്രട്ടറി MS അനിൽകുമാർ കഴക്കൂട്ടം തുടങ്ങിയവരടക്കമുള്ളവരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. വാർഡ് തലത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അതേസമയം ശബരിനാഥനല്ല VD സതീശൻ വന്നാലും തിരുവനന്തപുരം നഗരഭരണം പിടിക്കാനാകില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. UDF കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയമായി പരാജയപ്പെടും. VD സതീശൻ തന്നെ മത്സരിച്ചാലും LDF മികച്ച വിജയം നേടും. കഴിഞ്ഞ വർഷത്തേക്കാൾ ദയനീയ പ്രകടനമാകും UDFന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയം വീണ്ടും സമരത്തിനൊരുങ്ങി സമരസമിതി.
കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ വീണ്ടും സമരത്തിനൊരുങ്ങി സമരസമിതി. നാളെ വൈകുന്നേരം 4 മണിക്ക് സമരം ആരംഭിക്കും. അനിശ്ചിതകാല സമരം MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നാലെ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കുവാൻ ജില്ലാ കളക്ടർ നൽകിയ അനുമതിക്കെതിരെ വീണ്ടും സമരം ചെയ്യുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അനിശ്ചിതകാല സമരം MN കാരശ്ശേരിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. വിഷയത്തിൽ ഇന്ന് താമരശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കട്ടിപ്പാറ ദൈവത്തിന്റെ സ്വന്തം നാടിന് അപമാനമെന്നും ശ്വസിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ജനങ്ങളെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പോലീസിന്റെ നരനായാട്ടാണ് താമരശ്ശേരിയിൽ നടക്കുന്നതെന്ന് സ്ഥലം MLA MK മുനീർ പ്രതികരിച്ചു. ജനങ്ങളുടെ ന്യായമായ സമരത്തിനൊപ്പം ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. സമരത്തെ അടിച്ചൊതുക്കി ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാമെന്നത് ഉടമകളുടെ വ്യാമോഹമാണെന്നും ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി പറഞ്ഞു. വിഷയത്തിൽ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം UDF ബഹിഷ്കരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളെ വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചു. 2ാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച 2ാം കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്നതിന് തൊട്ടു മുൻപാണ് പോറ്റി കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിൽ വാങ്ങും. 13 ദിവസത്തേക്കാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്ന് സംഘം അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിമാൻഡ് നടപടികൾക്ക് ശേഷം മാത്രമേ കസ്റ്റഡിയിൽ എത്ര ദിവസം പോറ്റിയെ ലഭിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമാകൂ. അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ നടക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിർണായക മൊഴിയാണ് SITക്ക് ലഭിച്ചത്. ശബരിമലയിലെ സ്വർണം 15 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് വിറ്റത് എന്നായിരുന്നു ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് SITക്ക് മുൻപിൽ ഹാജരായി തെളിവുകൾ സഹിതമാണ് മൊഴി നൽകിയത്. ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് താൻ അടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും 70 ലക്ഷം രൂപ പോറ്റി വാങ്ങിയതായും മൊഴിയിലുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വർക്കലയിലെ ട്രെയിൻ അതിക്രമം, സൌമ്യ നേരിട്ടതുപോലുള്ള ക്രൂരകൃത്യം. അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം. സൌമ്യയുടെ അമ്മ സുമതി. സ്ത്രീകൾക്ക് ട്രെയിനിൽ സുരക്ഷയില്ലെന്ന് ട്രെയിൻ യാത്രയ്ക്കിടെ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൌമ്യയുടെ അമ്മ സുമതി. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിക്ക് നേരെ നടന്നത് സൌമ്യ നേരിട്ടതുപോലെയുള്ള ക്രൂരകൃത്യമാണ്. 15 വർഷമായി സൌമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുതെന്ന് ആവശ്യമുന്നയിക്കുന്നു. ഇനിയെങ്കിലും അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും സുമതി മാധ്യമങ്ങളോട് പറഞ്ഞു. സമാന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമല്ല നടപടിയുണ്ടാകേണ്ടത്. ആരും ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നില്ല. ഇനിയെങ്കിലും അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇനി ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും സൌമ്യയുടെ അമ്മ പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വർക്കലയിൽ വെച്ചാണ് ഇയാൾ 19-കാരിയെ പിന്നിൽ നിന്നും ചവിട്ടി ട്രെയിനിനു പുറത്തേക്ക് തള്ളിയിട്ടത്. ട്രെയിനിന്റെ വാതിൽക്കൽ നിന്നും പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിൽ പ്രതി പുറത്തേക്ക് തള്ളിയിട്ട് പെൺകുട്ടിയെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും താനല്ല ഇതര സംസ്ഥാനക്കാരനായ ഒരാളാണ് ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്നുമാണ് പ്രതി ആദ്യം മൊഴി നൽകിയത്. കാപ്പ കേസിൽ നാട് കടത്തപ്പെടുന്ന ക്രിമിനലുകൾക്ക് ഇടത്താവളമായി മാറി കൊച്ചി. കാപ്പ കേസുകളിൽ മറ്റ് ജില്ലകളിൽ നിന്നും നാട് കടത്തപ്പെടുന്ന ക്രിമിനലുകൾ കൊച്ചി ഇടത്താവളമാക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം സിറ്റി പരിധിയിൽ പിടിയിലായ 4 പ്രതികൾ മറ്റ് ജില്ലകളിൽ നിന്നും എത്തിയവരാണ്. കൊച്ചിയിൽ ക്രിമിനലുകളെ മാൻ ടു മാൻ ട്രാക്കിംഗ് നടപ്പാക്കുമ്പോഴാണ് കൊച്ചിയിലേക്ക് മറ്റ് ജില്ലകളിലെ ക്രിമിനലുകൾ തലവേദനയായി എത്തുന്നത്. കൊച്ചി സിറ്റി പരിധിയിൽ മറ്റ് ജില്ലകളിൽ നിന്നും എത്തുന്ന ക്രിമിനലുകൾ വലിയ ക്രമസമാധാന പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച കേസും പാലാരിവട്ടം സ്റ്റേഷനിൽ മോഷണക്കുറ്റത്തിന് പിടികൂടിയ പ്രതിയും പള്ളുരുത്തിയിൽ തട്ടുകട കത്തിച്ച കേസിലെ പ്രതിയും അടക്കമുള്ളവർ കാപ്പ കേസിലെ പ്രതികളാണ്. കഴിഞ്ഞ മാസം ഇടപ്പള്ളി പള്ളിക്ക് മുൻപിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയ കേസിലെ പ്രതികളിൽ ചിലരും കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടവരാണ്. ഇത്തരക്കാർ കൊച്ചിയിലെത്തുന്നത് സിറ്റി പോലീസും അറിയാറില്ല. നാട് കടത്തപ്പെടുന്ന ക്രിമിനലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതാത് ജില്ലകളിലെ പോലീസ് കൈമാറാത്തതാണ് കൊച്ചിയിൽ ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നത്. കൊച്ചി പരിധിയിൽ ക്രിമിനലുകളെ മാൻ ടു മാൻ മാർക്കിംഗ് നടക്കുമ്പോഴാണ് നടപ്പാക്കുമ്പോഴാണ് ഇതര ജില്ലാ ക്രിമിനലുകൾ കൊച്ചിയുടെ ക്രമസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.